ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 14. വിശ്വാസത്തിൻ്റെ പേശികൾ ചലിപ്പിക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. സങ്കീർത്തനം 46:10. ഒരിക്കൽ മൃഗശാല സന്ദർശിച്ചപ്പോൾ ഒരു തേവാങ്കിനെ കണ്ടു. അത് മരക്കൊമ്പിൽ തല കീഴായിട്ടാണ് കിടക്കുന്നത്. പൂർണ്ണമായും നിശ്ചലമായി കിടക്കുന്നത് അതിന് ഇഷ്ടമായി തോന്നി. ഞാൻ ദീർഘശ്വാസം വിട്ടു. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അധിക സമയവും വെറുതെ ഇരിക്കാനേ പറ്റൂ. വേഗത്തിൽ ചലിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ വലിയ പ്രയാസമായിരുന്നു. എൻ്റെ പരിമിതികളിൽ എനിക്ക് നീരസം തോന്നി. എൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള ചിന്ത ഒന്ന് മാറിയെങ്കിലെന്ന് ആശിച്ചു. എന്നാൽ ആ ജീവിയെ നിരീക്ഷിച്ചപ്പോൾ അത് കൈനീട്ടി മരക്കൊമ്പിൽ പിടിക്കുന്നതും പിന്നീട് അനങ്ങാതിരിക്കുന്നതും കണ്ടു. നിശ്ചലമായിരിക്കുന്നതിനും ബലം ആവശ്യമാണ്. വളരെ മെല്ലെ മാത്രം ചലിക്കുന്നതിനും തേവാങ്കിനെ പോലെ നിശ്ചലമായിരിക്കുന്നതിനും ഒക്കെ വിവരണാതീതമായ പേശിബലം ആവശ്യമാണ്. ജീവിതത്തിലെ ഇഴഞ്ഞു നീങ്ങുന്ന അനുഭവങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുന്നതിന് പ്രകൃത്യാതീതമായ ബലം ആവശ്യമാണ്. സങ്കീർത്തനം 46 എഴുത്തുകാരൻ പ്രഖ്യാപിക്കുന്നത് ദൈവം നമുക്ക് ബലം നൽകുന്നു എന്നല്ല, ദൈവമാണ് നമ്മുടെ ബലമെന്നാണ്. ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. സങ്കീർത്തകൻ ഇക്കാര്യം ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. തേവാങ്കിനെ പോലെ നമ്മുടെ അനുദിന സാഹസിക കൃത്യങ്ങളിലും മെല്ലപ്പോക്കും അസാധ്യമെന്ന് തോന്നിക്കുന്ന നിശ്ചലാവസ്ഥയും ആവശ്യമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രകൃതിയിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉചിതമായ വിധം പദ്ധതിയും വേഗതയും നിശ്ചയിക്കുന്ന ദൈവത്തിൻ്റെ ബലം മതിയായതായിരിക്കും. നാം കഷ്ടതയുടെ പോരാട്ടത്തിലോ കാത്തിരിപ്പിൻ്റെ സംഘർഷത്തിലോ ആയാലും ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെയിരിക്കും. നമുക്ക് തീരെ ബലമില്ല എന്ന് തോന്നുമ്പോഴും വിശ്വാസത്തിൻ്റെ പേശികളെ ചലിപ്പിക്കുവാൻ അവൻ നമ്മെ സഹായിക്കും. ചിന്തിക്കുക, നിഷ്ക്രിയത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തെ കടന്നു പോകാൻ ദൈവശക്തി നിങ്ങളെ ശക്തിപ്പെടുത്തിയ അനുഭവം ഉണ്ടോ?